നാടു മെച്ചി നനത്ത് വിടാവ ദൈവ മകളെ നമുക്ക് ചീമേ മെച്ചി പേശിനതോ ദൈവ മകളെ മകളെ തവളെ പിടാവ ദൈവ മകളെ നാട് മെച്ചിനതോ ദൈവ മകളെ. പേരെന്നാ? സനുമോൻ. എത്ര ദൂരം പോകണം? കടയിൽ അപ്പുറത്ത് പോകണം, അവിടെ പോയി മേടിക്കണം, മുണ്ടേരി പോയി മേടിക്കണം അല്ലേ? അപ്പൊ ഈ പാലം ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം. മഴക്കാലത്തൊക്കെ ഇപ്പൊ എന്ത് ചെയ്യും? വലിയ കാറ്റ് ഒഴുക്കും വരുമ്പോ ഭയങ്കര പാടാണ്, അപ്പുറത്ത് പോകാൻ പാടാ. അന്നിപ്പോ അസുഖം വന്നിട്ട് അമ്മാനെ ഞങ്ങളെ ഏറ്റി ഇവിടെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു കൊടുത്തു. ഇവിടുന്ന് ഞങ്ങള് പാണ്ടി ഇല്ലാതെ എങ്ങനെ കടക്കാൻ, പിന്നെ ബോട്ട് വിളിച്ചു, ബോട്ട് വന്ന് ഇവിടെ കടത്തിക്കൊണ്ടുപോയി. ഓക്കെ. ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 8ാം ക്ലാസ്സിലല്ലേ മോളാ? ആ ഓക്കെ. എടാ എവിടെ വേണേലും പഠിക്കാം കേട്ടാ, പറഞ്ഞാൽ മതി കേട്ടാ. മോള് ഇപ്പൊ എത്രയിലേക്കായി? 8ലേക്കായി. രണ്ടുപേരും നന്നായി പഠിക്കണം. വക്കീലാവണമെന്നാണ് ആഗ്രഹം. അത് വേറെ വക്കീലിനോടാണ് ഈ പറയണത് എടാ. അത് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ. ഏത് ലോക്കലിൽ വേണം പഠിക്കാൻ പറ്റും കേട്ടോ. കുട്ടിയെ പ്രസവിച്ചടക്കാം അല്ലേ? എത്ര ദിവസമായി? അപ്പോൾ നല്ല ചൂടുള്ള സമയത്ത് എന്ത് ചെയ്യും? അപ്പോൾ ആന വരുമ്പോൾ എന്ത് ചെയ്യും? അതൊന്നും ചെയ്യാൻ കഴിയില്ല. വെള്ളമല്ല വെളിച്ചല്ല. ഇരിക്കാം. ആണോ? എന്താ പേര്? ശിത. നന്നായി പഠിക്കണം കേട്ടോ. പഠിക്കാൻ ഇത് 5-6 കൊല്ലമില്ലേ? 5 വർഷമായി ഇതേ അവസ്ഥ തന്നെയാണ്. പേടിയുണ്ടാ? എന്താ പേരെന്താ? പേരെന്താ? ഈ വേനൽക്കാലത്ത് നിൽക്കാൻ പറ്റൂല, ഇതിനകത്ത് രാത്രി കിടക്കാൻ പറ്റില്ലല്ലേ? കിടക്കാൻ പറ്റില്ല. ഞങ്ങളിപ്പോ വെള്ളമായി കഴിഞ്ഞാൽ ചിലപ്പോ കുട്ടികളും മക്കളായിട്ട് ഈ മുറ്റത്ത് ഇങ്ങനെ വാഴയ്ക്ക് വെച്ച്. കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്ന വലിയ പാടാണല്ലേ? ഭയങ്കര പാടാ. സുധ എന്ത്? സുധ കോടതി പോയാള് അത് പറ. അത് വലിയ കാര്യമല്ലേ? ഹൈക്കോടതി പോയിട്ട് ഇത്രയും ഒരു കാര്യം അവതരിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. താമസിക്കുന്നത് കണ്ടാൽ നമുക്ക് സഹിക്കില്ല. പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടാണ് കിടക്കുന്നത്. ആദ്യം കണ്ട വീട്ടിലൊരു യുവതി പ്രസവിച്ച് കിടക്കുകയാണ്. 2 മാസമായുള്ള കുഞ്ഞ്. ഈ കൊടും ചൂടിലാണ് ഇവർ ഈ ചുട്ടുപഴുത്ത പ്ലാസ്റ്റിക്കിന്റെ അടി കിടന്നത്. ഈ കുടുംബം രാത്രിയാവുമ്പോൾ ചൂടുകൊണ്ട് മുറ്റത്ത് വന്ന് പായ് വിരിച്ചാണ് കിടക്കുന്നത്. ഏത് സമയത്തും ആന വരുന്ന സ്ഥലമാണ്, വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഭീതിയിലാണ് ഈ പാവപ്പെട്ടവർ ജീവിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നത് ഒലിച്ചുപോയി. 6 വർഷമായിട്ട് ഒരു പാലം നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ കുറ്റി മാത്രമാണ് ഉള്ളത്. ഈ മുള വെച്ച് കെട്ടിയ ചങ്ങാടത്തിൽ, ഇവിടെ പാണ്ടി എന്ന് പറയുന്ന ചങ്ങാടത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നത്. ഒരു കുട്ടിക്ക് സുഖമില്ലാതെ വന്നാൽ ആശുപത്രി കൊണ്ടുപോകുന്നത്. ജീവിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ 100-ലധികം കുടുംബങ്ങൾ ഇവിടെ മാത്രം ഈ പ്ലാസ്റ്റിക് ഷീറ്റിലാണ്. എന്താണ് ഈ കവളപ്പാറ ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ചെയ്തത്? എന്താണ് ചെയ്തത്? അപ്പോൾ ഒരു ദുരന്തം വരുമ്പോൾ ഉണ്ടാകുന്നൊരു ബഹളം, ആ ബഹളം കഴിഞ്ഞാൽ പിന്നെ മറന്നുപോകും. പണം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. ഇതിനൊക്കെ പണം വേണമെങ്കിൽ എവിടെ നിന്നാണ് കിട്ടാത്തത്? ഇപ്പൊ വയനാട് ദുരന്തത്തിൽ തന്നെ 742 കോടി രൂപ അക്കൗണ്ടിൽ കിടക്കുകയാണ്. അവിടെ ഗുരുതരമായി പരിക്ക് പറ്റിയ ആളുകൾക്ക് ചികിത്സ പോലും കൊടുക്കുന്നില്ല ഗവൺമെന്റ്. ഈ പൈസ കിടക്കാണ്. ആളുകൾ അയച്ചു കൊടുത്ത പൈസ അല്ലേ? അവരെ ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അയച്ചു കൊടുത്ത പൈസ അല്ലേ? അത് ബാങ്കിൽ കിടക്കാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ്? സർക്കാരിന്റെ സാന്നിധ്യമാണ് അല്ലേ? അവരെ ചേർത്ത് പിടിച്ച് അവരെ സഹായിക്കുക. അങ്ങനെ ഒരു സർക്കാർ ഈ പാവങ്ങളുടെ മുമ്പിൽ ഉണ്ടായില്ല. ആ സർക്കാർ ഇല്ലായ്മ എന്നുള്ള വാക്ക് ഏറ്റവും ദൃശ്യമാകുന്നത് ഈ പാവങ്ങളുടെ ജീവിതത്തിലാണ്. അവരുടെ ജീവിതത്തിൽ ഒരു സർക്കാരില്ല അവരെ സഹായിക്കാൻ. നിങ്ങൾ ഓർത്ത് പറയണേ, ഞങ്ങളെ ബന്ധപ്പെടും. അവർക്ക് നമ്മുടെ നമ്പറും കാര്യങ്ങളും വിളിച്ചിട്ട് ഇങ്ങനെ അന്ന് പറഞ്ഞ കേസാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള നോക്കാം.